ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമുക്ക് പലപ്പോഴും പലരും പറയാറുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുകളാണ്, കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ്, ദുഃഖങ്ങളാണ് തിരുമേനി എന്നൊക്കെ അല്ലേ. എന്നാൽ നമുക്ക് ഈ ദുരിതങ്ങൾ വരുന്നതിന്, കഷ്ടപ്പാടുകൾ വരുന്നതിന്, ദുരിതങ്ങളൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവഹിതം നോക്കാതെ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പക്ഷേ അല്ലേ. നമുക്ക് നമ്മുടെ കഷ്ടകാലങ്ങൾ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, ദുരിതങ്ങൾ വരിക, അതിനൊക്കെ മുന്നോടിയായി ദൈവം പല നിമിത്തങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന, നമ്മൾ ചെയ്തു കൂടാൻ പാടാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ചെയ്യാൻ പാടാത്ത, എന്നാൽ ദൈവഹിതത്തിന് വിപരീതമായി നമ്മുടെ കയ്യിൽ നിന്ന് അശ്രദ്ധയിൽ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ അതിനൊക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ്, നമ്മൾ പലപ്പോഴും സന്ധ്യ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാമങ്ങൾ ജപിക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ, അതിൽ സംശയമില്ല. സന്ധ്യ എന്ന് പറഞ്ഞാൽ തന്നെ ശരിയായ ധ്യാനം എന്ന ആചാര്യന്മാർ അർത്ഥാക്കുന്നത് സന്ധ്യയ്ക്ക് കുളിക്കുക. കണ്ടുണ്ട് ആരെങ്കിലും നമ്മൾ വിളക്ക് വയ്ക്കുന്ന ത്രിസന്ധ്യ നേരത്തൊക്കെ പോയി കുളിക്കരുത് എന്നൊക്കെ പറയും, വീട്ടുകാർ കേട്ടിട്ടില്ലേ. അങ്ങനെ ത്രിസന്ധ്യ നേരത്ത് പോയിട്ട് കുളിക്കുക, അലക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. നമുക്ക് രോഗങ്ങൾ വിട്ടുമാറില്ല എന്നാണ് പറയുക അല്ലേ. ശരിക്കും പറയുക എന്താണ്, ആ ത്രിസന്ധ്യ നേരത്ത് വിളക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ മരുന്ന് പോലും കഴിക്കരുത് എന്നാണ് പറയുക അല്ലേ. അങ്ങനെയാണല്ലോ, ഒരു മരുന്ന് പോലും നമ്മൾ കഴിക്കാൻ ആ ഒരു സമയം തിരഞ്ഞെടുക്കില്ല എന്നാണ്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ അരുതാത്ത ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പഴയ തലമുറയിൽപ്പെട്ടുള്ള നമ്മുടെ കാരണന്മാരൊക്കെ പറയാറുണ്ട് അല്ലേ. അതിൽ പ്രധാനം എന്താണ്, ത്രിസന്ധ്യ നേരത്ത് ഉമ്മറപ്പടിയിലിരിക്കരുതെന്ന് പറയും, കേട്ടിട്ടില്ലേ. ഉമ്മറപ്പടിയിലൊന്നും ഇരിക്കാൻ പാടില്ല ത്രിസന്ധ്യ നേരത്ത്. എന്താണ്, നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച സമയമാണതേ. അപ്പോൾ ആ ത്രിസന്ധ്യ നേരത്ത് നമ്മൾ ഉമ്മറപ്പടിയിലിരിക്കാൻ പാടില്ല. ഉമ്മറപ്പടിയിൽ ആണ് വെച്ചിട്ടാണ് ആ വധം നടത്തിയത് എന്നൊക്കെ നമുക്ക് കഥകളറിയാലോ. അതുകൂടാതെ നമ്മൾ തുളസി പൂവുണ്ടല്ലോ, തുളസിയുടെ ഇല, ഇതൊന്നും പറിക്കരുത് എന്ന് പറയും. എന്താണ്, തുളസി പറിക്കാൻ പാടില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരരുത് അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. തുളസി ധ്യാനത്തിലിരിക്കുന്ന സമയമാണ് ത്രിസന്ധ്യ നേരം എന്നാണ് പറയേ. ധ്യാനത്തിന് ഭംഗം വരുത്തിയാലോ തുളസീനെ ആ സമയത്ത് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ധ്യാനത്തിന് ഭംഗം വരുത്തുക എന്നാണ്. തുളസി എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാലക്ഷ്മിയായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അതുമായി തന്നെയാണ് സന്ധ്യാനേരത്ത് അല്ലേ കിണറ്റിൽ നിന്ന് വെള്ളം കോരരുത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, ഉറങ്ങുന്ന കിണറിനെ ഉണർത്തരുത് എന്നാണ് പറയേ. അതുമാത്രമല്ല, എന്താണ്, ഈ സന്ധ്യാസമയങ്ങളിൽ ആ പരിസരത്തൊക്കെ ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യത ഒരുപാട് കൂടുതലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതേ. സന്ധ്യാസമയങ്ങളിൽ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളമൊന്നും കോരരുതെന്ന് പറയും. അതുമാതിരി തന്നെയാണ് ത്രിസന്ധ്യ നേരത്ത് നമ്മൾ പൈസ കടം കൊടുക്കുക, ധാന്യങ്ങൾ കടം കൊടുക്കുക അല്ലേ, മുടി ചെയ്യുക, ഇതൊന്നും പാടില്ല എന്നാണ്. എന്താണ്, ഇതൊക്കെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളർത്തുന്നതാണ്. സന്ധ്യാകുമ്പോൾ നമ്മൾ കടം കൊടുത്താൽ പിന്നെ നമുക്ക് നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടുന്നതാണ്. ധാന്യങ്ങൾ കടം കൊടുക്കാൻ പാടില്ല ത്രിസന്ധ്യ നേരങ്ങളിൽ. മുടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യരുത് എന്നാണ് ത്രിസന്ധ്യ നേരങ്ങളിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ത്രിസന്ധ്യ നേരങ്ങളിൽ ചെയ്യരുത്. അതൊക്കെ നമ്മുടെ എന്താണ്, ഐശ്വര്യത്തെ, സമ്പത്തിനെ അല്ലേ, കീർത്തിയെ ഒക്കെ ബാധിക്കും. ദൈവഹിതം ഉണ്ടാകില്ല എന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നാണ് പറയേ. അതിൻ്റെ ഒരു ഐശ്വര്യം അല്ലേ അതുണ്ടാവില്ല എന്ന് പറയും. സന്ധ്യ നേരങ്ങളിൽ ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞതൊക്കെ അല്ലേ, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന, ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന അല്ലേ, വീടിന് ക്ഷയമുണ്ടാക്കുന്ന, ദൈവസാന്നിധ്യം ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതേ. ത്രിസന്ധ്യ നേരങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്ന്. ത്രിസന്ധ്യ നേരങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഉണ്ടല്ലോ അല്ലേ. എല്ലാവരും കുടുംബത്തോടെ ഇരുന്നിട്ട് നാമജപം നടത്തുക. വിളക്കൊളത്തി വെച്ച് ആരൊക്കെയാണോ അതിൽ പങ്കെടുക്കാൻ കഴിയുക അവരെല്ലാം കൂടി ഇരുന്ന് ഭഗവാന്റെ 4 നാമങ്ങൾ ജപിക്കുക. അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഐശ്വര്യം അല്ലേ. അങ്ങനെയാണല്ലോ കണക്കാക്കുക. നമ്മൾ നമ്മുടെ ഐശ്വര്യമായി കണക്കാക്കുന്നത് നമ്മൾ ത്രിസന്ധ്യ നേരത്ത് വിളക്ക് വെച്ച്
അല്ലേ? ഇഷ്ടപ്പെട്ട ഏത് ദൈവിക മൂർത്തിയാണോ ആ ദൈവിക മൂർത്തിയുടെ 4 നാമം ജപിക്കാം, അല്ലേ? അതിന് വലിയ വലിയ കീർത്തനങ്ങൾ പഠിക്കുക, നാമജപങ്ങൾ പഠിക്കുക ഒന്നും വേണ്ട, അല്ലേ? പരമശിവൻ്റെ ആണെങ്കിൽ നമഃശിവായ 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 മതി, ഇത്രയും ജപിച്ചാലും മതി, അല്ലേ? വിഷ്ണു ഭഗവാനാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, കൃഷ്ണ ഭഗവാനെ വിളിക്കാം, അല്ലേ? നാരായണ 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 അങ്ങനെ ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെയും ജപിക്കാം, അല്ലേ? ഏതായാലും നാമം ജപിക്കുക. നമ്മൾ കുറച്ച് നേരം ഭക്തിയോടെ ആ വിളക്ക് കൊളുത്തി വെച്ച് ത്രിസന്ധ്യ നേരത്ത് കുടുംബം എല്ലാവരും കൂടിയിരുന്ന് ഒരു നാമം ജപിച്ചാൽ അതിൽ കിട്ടുന്നൊരു ഐശ്വര്യം, അതിൽ കിട്ടുന്നൊരു സുഖം, അതിൽ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി, അത് മാത്രം നമ്മുടെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ആ നാമജപം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വന്നിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ ത്രിസന്ധ്യ നേരങ്ങളിൽ, എന്തുകൊണ്ടാണ് നമ്മൾ ത്രിസന്ധ്യ നേരങ്ങളിൽ നാമം ജപിക്കാനിരിക്കണം പറഞ്ഞാൽ, ഈ നാമം ജപിക്കുന്ന ഒരാളടുത്ത് വന്നിട്ട് ആ സമയത്ത് ഒരാളും കടം ചോദിക്കാൻ വരില്ല, നമ്മൾ നീച്ചു പോയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യൂല, അല്ലേ? അതുകൊണ്ടാണ് പണ്ട് കാരണന്മാർ പറഞ്ഞിരുന്ന ത്രിസന്ധ്യ നേരങ്ങളിൽ നമ്മൾ നാമം ജപിക്കണം, ആ സമയങ്ങൾ പവിത്രമായതാണ്, ധ്യാനത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്നെല്ലാം. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.